ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ സമൃദ്ധമായ രുചിക്കൂട്ടുകൾ അന്വേഷിച്ച് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിൻ്റെ ഇങ്ങേ തെക്കേ അറ്റത്ത് ചൊവ്വരയിലാണ്. മധ്യ കേരളത്തിലൊക്കെ കല്ലുമ്മേക്കായി എന്ന് പറയുന്ന സാധനമാണ് ചിപ്പി. അപ്പോൾ അത് കടലിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത്, അവർക്ക് വിശപ്പാവുന്ന സമയത്ത് അവർ കരയിലേക്ക് വന്ന് ഈ ചിപ്പിയും കപ്പയും കൂടി ഒരു പ്രത്യേക കോമ്പിനേഷനുണ്ട്. കുക്കറി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഷ് കിട്ടിയെന്ന് വരില്ല, പക്ഷേ അവരുടെ ആഹാരത്തിൻ്റെ ഒരു കൗതുകം, അതിലേക്ക് അവരുടെ കൂടെ നമ്മളിന്ന് കൂടാൻ പോകുന്നു. റെഡി? എൻജോയ്. ിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നയന മനോഹരമായ കാഴ്ചയാണ്. എനിക്ക് വീക്ക്നെസ് ഉള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒന്ന്, നല്ല ഫുഡും മനോഹരമായ കാഴ്ചകളുമാണ്. നമ്മളിപ്പോൾ മനോഹരമായ കാഴ്ചയുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു അപൂർവമായ ഡിഷ് എന്ന് വെച്ചാൽ ഈ കടലിനുള്ളിൽ പോയി ചിപ്പി മുങ്ങി എടുത്തുകൊണ്ട് വരുന്ന തൊഴിലാളികളുടെ കൂടെ അവരുടെ ഭക്ഷണമാണ്. കാരണം ഇത് ചെയ്ത് ഈ ചിപ്പി മുങ്ങിയെടുത്ത് ക്ഷീണിക്കുമ്പോഴത്തേക്ക് അവർ കഴിക്കുന്ന ഒരു ആഹാരമാണ്. അപ്പോൾ വളരെ ഹെൽത്തി ഫുഡായിരിക്കും. ഇതിവിടെ അറേഞ്ച് ചെയ്യുന്ന നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വസന്തൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എത്തണം ഇനി. ഇത് വസന്തൻ ചേട്ടൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിപ്പിയുടെ സീസൺ ആയപ്പോഴത്തേക്ക്, നേരത്തെ മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ ചിപ്പിയുടെ സീസൺ ആകുമ്പോൾ നീ വരണം, ഇവിടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ, കാരണം ചിപ്പി വാരാൻ പോകുന്നവരുടെ ഒരു പ്രിപ്പറേഷനാണ്. അതും ഈ ചൊവ്വര ഭാഗത്തൊക്കെ ഉള്ള അല്ലേ? മുല്ലൂർ തോട്ടം. ആ, ഓക്കെ ഓക്കെ. ഇത് ഈ ചിപ്പി ഏത് സീസണിലാണ് ഉണ്ടാകുന്നത്? ഇപ്പോഴത്തെ മേടമാസത്തിലെ ചിപ്പി. അത് വളരെ ടേസ്റ്റ് കൂടുതലാണ്, വളരെ ചെറുതാണ്, റെഡ് കളറാണ്. അതെ, അത് അവസാനിക്കാറായി. ഇനിയിപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ ഉള്ളു. ഇടവമാസം മഴ കൊണ്ട് വരുമ്പോഴത്തേക്ക് പിന്നീട് അവർ ഇറങ്ങില്ല. പിന്നെ ഒരു 4 മാസം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ചിപ്പി കിട്ടും. അത് ഇതിനേക്കാളും ടേസ്റ്റ് കുറവായിരിക്കും. ഇതാണ് ടേസ്റ്റ്. ഇത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകി എടുത്തിട്ട് ഓരോന്ന് ഇറുത്തെടുത്തിട്ട് കലത്തിൽ ഇത് ആദ്യം മരച്ചീനി വെട്ടി ഇടും. അതെ, പുറം മാത്രമേ ക്ലീൻ ചെയ്യൂ. പുറം മാത്രം ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കും. വെള്ളം ഒഴിക്കത്തില്ല, വെള്ളമില്ല. അതിൽ വെള്ളമുണ്ട്, ചിപ്പി തന്നെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് ഇത് ഉപ്പിടണ്ട, കടലിലായതുകൊണ്ട് ഉപ്പിടാതെ ഇത് അതിൽ കിടന്ന് ഉപയോഗം. ഒരു 30-35 മിനിറ്റോളം കിടന്നാൽ ഇത് ഉപയോഗമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. എടുത്തിട്ട് ചീനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഊറ്റത്തില്ലേ എന്നതുപോലെ ഇത് ഊറ്റുമ്പോഴത്തേക്ക് കാലം വെള്ളം അതിലുണ്ടാകും. അത് ഊറ്റി കളഞ്ഞിട്ട് ഇതെടുത്ത് നമ്മൾ വട്ടവിട്ടിരുന്നിട്ട് എല്ലാവരും വട്ടവിട്ട് കോമ്പിനേഷൻ എന്താണ്? ഇതിൻ്റെ കൂടെ നമ്മൾ കാന്താരി മുളകും ആയിട്ട് കഴിക്കും. കാന്താരി മുളക് ഇപ്പോൾ ചിപ്പി എടുത്ത് കഴിച്ചിട്ട് മരച്ചിനി എടുത്ത് കഴിച്ചിട്ട് കാന്താരി മുളക് കൂടെ കഴിക്കും, വീണ്ടും കഴിക്കും. എരിവ് കൂടുമ്പോൾ നമ്മൾ ഒരു ശാല തേങ്ങയും കൂടെ അതെ അതിൻ്റെ കൂടെ വെച്ചേക്കും. വെള്ളം കുടിക്കത്തില്ല, വെള്ളം കുടിച്ചാൽ വേറെ പറയും, ഇത് കഴിക്കാത്തില്ല. എരിവ് കൂടുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ചിപ്പി എടുത്ത് പൊളിച്ച് കഴിക്കും, ഒരു കപ്പ എടുത്ത് കഴിക്കും, ഒരു കാന്താരി മുളകും കഴിക്കും. അപ്പോൾ കാന്താരി മുളക് എരിയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ ചെറിയ പീസ് വെച്ചേക്ക് അതും കഴിക്കും. അപ്പോൾ എരിവ് അങ്ങ് മാറും, നമ്മൾ വെള്ളം കുടിക്കില്ല. അപ്പോൾ ഇന്ന് 1.5 അർമാദമായിരിക്കും. ഇവരുടെ പണിയെന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ്. എന്ന് വെച്ചാൽ കടലിനടിയിൽ ഊളിയിട്ട് പാറപ്പുറത്തിരിക്കുന്ന ചിപ്പി ഇങ്ങനെ ചെത്തിയെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. പിന്നെ കണ്ണിലിടാനായിട്ട് കണ്ടോ ഒരു ഗ്ലാസ്സും ഉണ്ട്. ഗ്ലാസ് ഇങ്ങനെ റബ്ബറിൻ്റെ ട്യൂബ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് വായു ഉണ്ടാവും. അപ്പോൾ ഇവരുടെ മൂക്കുൾപ്പെടെ ഇതിനകത്ത് കാഴ്ച സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. അതുപോലെ അവർ ആ പാറപ്പുറത്തുനിന്ന് ചെത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്, ഒരു ഉളി പോലത്തെ ചുപ്പി കത്തി അല്ലേ? ചുപ്പി കത്തി എന്നാണ് ഇതിൻ്റെ പേര്. ഇതുകൊണ്ട് ഇതിലൂടെ മുക്കിളിയിട്ട് ഉള്ളിൽ പോയിട്ട് ആ പാറപ്പുറത്തിരിക്കുന്ന ചിപ്പി
മുഴുവൻ എടുത്ത് അവരുടെ ഇതുപോലെ ഒരു ബാഗ് ഉണ്ടോ അവരുടെ പുളിമാല അല്ലേ, അപ്പോൾ ഇതിനകത്ത് ചിപ്പി എടുത്ത് ഇട്ട് കൊണ്ടുവരും. അപ്പോൾ ആ സീനാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ചില ദിവസം 50 രൂപ പോലും അവർക്ക് കിട്ടില്ല. ചില ദിവസം 200 രൂപ കിട്ടും, ചില ദിവസം 150 രൂപ കിട്ടും, ചില ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ 300 രൂപയാണ് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനം. ഇവർ റെഡി ആയിരിക്കുകയാണ്, ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുകയാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഈ ചിപ്പി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ച് എനിക്കാണെങ്കിലും കൊതിയാവാണ്. കാരണം മുങ്ങാൻ അറിയാമായിരുന്നെങ്കിൽ ഞാനിവിടെ ഈ വേഷമൊക്കെ ഇട്ട് ഇവരുടെ കൂടെ പോയേനെ. പക്ഷേ എനിക്ക് വെള്ളത്തിൽ അത്ര പരിചയം പോരാ. എന്തായാലും ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. ഇത് അശോകൻ ചേട്ടൻ, ഇത് ലെവൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അമൃത TV എക്സ്ക്ലൂസീവ് എപ്പിസോഡാണിത്. ഇവർ എങ്ങനെയാണ് ചിപ്പി എടുക്കുന്നതെന്ന് നമുക്ക് അശോകൻ ചേട്ടനും ലെവൻ ചേട്ടനും കടലിലേക്ക് ചാടാൻ പോവാണ്. നമുക്ക് വേണ്ടി ചിപ്പി വാരുന്നതിന് വേണ്ടിയിട്ട് അശോകൻ ചേട്ടൻ ഇവരുടെ ജോബ് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു വെല്ലുവിളി തിരമാലയിൽ നിന്ന് ബാലൻസ് ചെയ്ത് ആ പാറപ്പുറത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ചിപ്പിയാണ് അവർ കുത്തി ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ചിപ്പി ഇതുകൊണ്ട് കുത്തി ഇളക്കിയിട്ടാണ് ഈ മടിയിലേക്ക് ഇടുന്നത്. ചേട്ടൻ്റെ മടിയിൽ നിറച്ചുണ്ട്. ഇങ്ങനെ മാല പോലെ ഇരിക്കുന്ന ഈ ചിപ്പിയാണ് നമ്മളിന്ന് ഇതും കപ്പയും കൂടി പുഴുങ്ങാൻ പോകുന്നത്. അത് ഇവരുടെ ഒരു ഡിഷാണ്, ഇവിടുത്തെ ഈ ചൊവ്വരയിലെ ഒരു ഡിഷാണ്. നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്ക് വേണ്ടി കടലിൽ മുങ്ങിപ്പോയി തിരമാലകളോട് മല്ലിട്ട് നമുക്ക് വേണ്ടി മുങ്ങിയെടുത്ത അശോകൻ ചേട്ടനും ലെവൻ ചേട്ടനും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി ഇത് പുഴുങ്ങാൻ പോവുകയാണ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നമ്മൾ എന്തിനും റെഡി ആയിട്ട് ഇവിടെ വസന്തൻ ചേട്ടനും ഒരു പട്ടാളവും തന്നെ ഉണ്ട്. ഇവിടെ അവരുടെ അതെ ഫുൾ സപ്പോർട്ടോടുകൂടി അവരുടെ അടുപ്പുണ്ട്, സ്ഥിരം അടുപ്പാണ്. സാധാരണ ഇതിൻ്റെ ഈ മേട ചിപ്പിയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ അടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. അതിനുള്ള സ്ഥിരം അടുപ്പാണ്. ഇതാണ് അവരുടെ സ്ഥിരം കലം. വർഷാവർഷം മേട ചിപ്പിയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇവർ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കും, പിന്നെ പുഴുങ്ങി കഴിക്കും. നമ്മൾ ആദ്യം പുഴുങ്ങാൻ പോകുന്നു. ഈ ചിപ്പിയും കപ്പയും കൂടെ ഇട്ടിട്ട് പുഴുങ്ങാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ ചിപ്പി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചിപ്പി ഇടും അല്ലേ? ആദ്യം എങ്ങനെയാണ്? ചിപ്പി വാരി ഇടണം. കഴുകി ആദ്യം ചിപ്പി ഇടും, അതിൻ്റെ മുകളിൽ കപ്പയിടും, എന്നിട്ട് പുഴുങ്ങും. എന്നിട്ട് മൊത്തം ചിപ്പി നിറച്ചിട്ട് പുഴുങ്ങും. ഓക്കെ, ആ സെൻറ്ററിലാണ് ഈ കപ്പ ഇരുന്ന് വേവുന്നത്. അപ്പോൾ ഈ ആദ്യം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ. ആദ്യം ചിപ്പി കഴുകി വാരിയിടും, അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിൽ കപ്പയിടും, വീണ്ടും ചിപ്പിയിട്ട് ഫില്ല് ചെയ്തിട്ടാണ് 1 മണിക്കൂർ പുഴുങ്ങുന്നത് അല്ലേ? 1 മണിക്കൂർ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ിരിക്കുന്ന പോർഷൻ വേവോ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ കഴിക്കുക. അത് ശരി. അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് അങ്ങനെ കഴിക്കാമല്ലോ. എവിടെ നോക്കട്ടെ, ഇങ്ങനെ വെറുതെ കഴിച്ചാൽ മതി.
സൂപ്പർ. ഇതിനകത്ത് തന്നെ ഉപ്പുണ്ട്, കാരണം നല്ല ഉപ്പിന്റെ, കാരണം ഈ ഉപ്പ് വെള്ളത്തിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. അല്ല, ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. ഇവരുടെ കൂടെ കൂടിയോണ്ട് ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ചിപ്പി വെറുതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇതാ വേവണമെന്നില്ല, നല്ല ഉപ്പുണ്ട്, നല്ല രുചിയുണ്ട്. സാധാരണ ഇത് വെച്ച് കഴിക്കുന്നത്, കാരണം ഇവർ ഈ ബ്രേക്കിൽ കയറുന്ന സമയം ഏകദേശം ഉച്ചയോട് അടുക്കുന്ന സമയമാണ്, ഒരു 11-11:30. ആ സമയത്ത് വിശപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 2-3 ചിപ്പി എടുത്ത് കഴിച്ചാൽ അത്യാവശ്യം വിശപ്പ് മാറും. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മുട്ട കഴിക്കാറുണ്ടല്ലോ, ആ മുട്ടയുടെ വെള്ളക്കരു കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ, അല്ലേ പച്ചയ്ക്ക്. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. നമ്മളിനി അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ പുഴുങ്ങി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. അരമണിക്കൂർ പോരെ? അതോ അരമണിക്കൂർ, കറക്റ്റ് അരമണിക്കൂർ. നേരത്തെ 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്, അത്രയും വേണ്ട. ഇത് പുഴുങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ മതി. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കത്തിക്കാൻ പോവാണ്. ചേട്ടാ, തീ കത്തിക്കാം. കൊണ്ട് വേവിച്ച് റെഡിയാക്കി കഴിക്കും. കാരണം ഇപ്പം നല്ല വിശപ്പ് തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 11:45-12 നല്ല വിശപ്പായി. അപ്പോൾ ഇനി അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, ഇത് എന്ത് കിട്ടും. ഈ വസന്ത ചേട്ടനും സുഹൃത്തുക്കൾ, ഇത് അശോകൻ ചേട്ടൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, സ്കൂളിൽ എന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്താണ് ഇത് കൂടുതൽ. വെക്കേഷൻ സമയമാകുമ്പോഴാണ് ഇത് കിട്ടുന്നത്. കാരണം മേടച്ചിപ്പി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്താണ്. ആ സമയത്ത് ഇവർ 1 രൂപയ്ക്ക്, അന്നത്തെ കാലത്ത് 1 രൂപയ്ക്ക് ചിപ്പി വാങ്ങിക്കും. അപ്പോൾ ഈ കലം നിറയെ ചിപ്പി കിട്ടും 1 രൂപയ്ക്ക്. ആ ചിപ്പി വാങ്ങിക്കും, ഒരു 2 രൂപയുടെ കപ്പയും വാങ്ങിക്കും. അന്ന് 2 രൂപയുടെ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതി അവർക്ക് പണ്ട് കാലം തൊട്ടേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പുള്ള കടൽ വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് തന്നെ, ഈ ചിപ്പിക്കകത്ത് തന്നെ ഉപ്പുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പോ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കണ്ട. അതെ, ഈ ഉപ്പ്, അതെ, ഈ ഉപ്പുവെള്ളം ചിപ്പിയുടെ അകത്തുനിന്ന് ഇറങ്ങും. ഓക്കെ. അപ്പോൾ ഈ ചിപ്പിയുടെ അകത്തുനിന്ന് ഉപ്പുവെള്ളം ഊർന്നിറങ്ങുകയും ചെയ്യും, ആ ഉപ്പിൽ കപ്പ വേവുകയും ചെയ്യും. നല്ല ഉപ്പുമായിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് തീ, ആദ്യം ഇടുന്ന തീ അതുപോലെ തന്നെ നിൽക്കണം. ഈ തീ കെട്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം പിഴയ്ക്കും. നമ്മുടെ ഒരു ടീമിനെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. തീ കെടാതെ അരമണിക്കൂർ സമയമാകുമ്പോഴത്തേക്ക് ഈ അടപ്പ് ഇവിടെ നിന്ന് മാറും. ഈ ആവി അടിച്ചിട്ട് അടപ്പ് മാറുന്ന സമയം എന്ന് പറയുന്നത് ഇത് വേവാറായി എന്നാണ്. ഇനി ഒരു ടീം അപ്പുറത്ത്, അശോകൻ ചേട്ടൻ്റെ ടീം അപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓല മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചിപ്പി വാരി തട്ടി കഴിക്കുന്ന ഇതിനകത്തിരുന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ആയിരിക്കും. ഒന്നുകൂടി കാണാനുള്ളൊരു അവസരമുണ്ട് അവർക്ക്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ജനിച്ച് വളർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു സന്തോഷകരമായ കാഴ്ചയായിരിക്കും. ഇത് കാണാത്തവർക്കും, ഈ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലാത്തവർക്കും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. എനിക്കിതൊരു അത്ഭുതം തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഓല മെടഞ്ഞ് അതിനകത്ത് വാഴയില വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ വലിയ കലത്തിൽ അവിക്കുന്ന ഈ സാധനം മുഴുവൻ ഇതിനകത്തേക്ക് തട്ടിയിട്ട് ഒരുമിച്ചിരുന്നാണ്, ചുറ്റാകെ വളഞ്ഞിരുന്നത്. അതും നമ്മുടെ പ്രമോദേട്ടനും ടീമും ഒക്കെ ഒരുമിച്ചിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ സാധനം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പാറപ്പുറത്ത് പറ്റി പിടിച്ചിരിക്കാനായിട്ട് അതിന്റെ വേരാണ്. അതിന്റെ വേരുകളാണ്. അപ്പൊ ഇതിന്റെ വേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പൊട്ടിങ്ങ് പോരും, ചിലതിനകത്തിരിക്കും. അപ്പൊ ഈ വെന്തതിന് ശേഷം നമ്മൾ അതെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് കഴിക്കണം. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ഈ പാറപ്പുറത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെ ഇതിന്റെ ഒരു വേരുണ്ട്. അതിന് എന്താ പറയാ? ചപ്പ. ഇതാണ് ചപ്പ. ആ ചപ്പ ഇതിങ്ങനെ അതിങ്ങനെ എടുത്ത് കളയണം. ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് വേണം പുഴുങ്ങാൻ. അഥവാ എടുത്ത് കളയുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവാണെങ്കിൽ അത് പുഴുങ്ങിയതെന്ന് അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ അതിനകത്ത് വെള്ളം വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് ഈ അടപ്പ് മാറി വരും. അതാണ് വേവ്.
വെച്ചാൽ ചരിഞ്ഞ പാറ, ഇത് ചുടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചരിഞ്ഞ പാറ സെലക്ട് ചെയ്തെടുക്കണം. നല്ല നിരപ്പുള്ള ചരിഞ്ഞ പാറ. ഒരു സൈഡ് ചരിച്ചാണ് അടുക്കിയിരിക്കുന്നത്. കാരണം ഇതിനകത്തുനിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ചരിഞ്ഞ പാറയിലൂടെ ഊർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സംഭവം റെഡിയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി ഓലച്ചൂട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ചുട്ടെടുക്കും. അതൊരു 6 മിനിറ്റ് 5 മിനിറ്റ് 6 മിനിറ്റ് ഓലച്ചൂട്ടിട്ട് ചുട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അതൊന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഷെല്ല് പൊളിച്ച് കഴിക്കാനുണ്ട്. ഒഴിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് ഊർന്നിറങ്ങുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കലമാണ് ഇത് വെച്ചത്, ഒരു അരക്കലം വെള്ളം ആയിട്ടുണ്ടാവും. ഇപ്പോൾ കല്ലുമ്മക്കായി ശരിക്കും ഈ കല്ലിൽ, കടലിനുള്ളിൽ കല്ലിൽ ഇതുപോലെയാണ് ഒട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കല്ലിൽ അടുക്കിയതിന് ശേഷം അത് ചുട്ടെടുത്തിരിക്കുകയാണ്. കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇപ്പോൾ പുഴുങ്ങിയ കപ്പയും ചിപ്പിയും എല്ലാം കൂടെ ചേർത്തതുകൊണ്ട്, ചുട്ടതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന്, നമ്മുടെ ഈ ടീം എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളം, നമ്മുടെ വസന്ത ചേട്ടൻ്റെ പട്ടാളമാണ്. ഈ പട്ടാളം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്നത്, അത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇത് ശരിക്കും സ്വപ്നമാണോ എന്നൊക്കെ തോന്നാണ്. ഞാൻ ഉള്ളം കയ്യിലൊക്കെ നുള്ളി നോക്കി, പക്ഷെ സത്യമാണ്, കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഈ ഏരിയ മുഴുവൻ നല്ല മണവും വരുന്നുണ്ട്. ഇത് ഒരു പീസ് കപ്പ എടുത്ത് കഴിക്കും, ഒരു പീസ് ചിപ്പി എടുത്ത് കഴിക്കും. ഇടയ്ക്ക് അതിനൊരു എരിവ് കിട്ടാനായിട്ട് ഒരു കാന്താരി മുളകും കഴിക്കും. അപ്പോൾ കുറച്ച് എരിവ് ഓവറായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു തേങ്ങയുടെ ചെറിയ കഷ്ണം എടുത്ത് കഴിക്കും. ഇതാണ് ഇതിൻ്റെ ടച്ചബിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ചുട്ടെടുത്താണ്. ഇതിൽ ഏറ്റവും ടേസ്റ്റും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും ചുട്ടെടുക്കുന്നതാണ്. ഇപ്പോൾ ചുട്ടെടുത്ത് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇന്ന് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പുഴുങ്ങിയത് കഴിച്ചു നോക്കാം. വളരെ എളുപ്പമാണ് കഴിക്കാൻ. ആദ്യം നമ്മൾ പച്ച കഴിച്ചപ്പോൾ അടിച്ച് പൊട്ടിച്ചാണ് കഴിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെന്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ഷെല്ലെല്ലാം ഓപ്പൺ ആയിട്ട് വന്നു. വെറുതെ എടുക്കുക, കഴിക്കുക. ഒരു കപ്പയുടെ പീസും കഴിക്കുക. ഒരു നല്ല കാന്താരി മുളക് എടുക്കുക, പകുതി കഴിക്കുക. നല്ല എരിവുമായി. എരിവ് അഥവാ കൂടിപ്പോയെങ്കിൽ ഒരു തേങ്ങയുടെ പീസ്. ഇതാണ് ഇവരുടെ രീതി. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട കഴിക്കണമെന്നാണ്. അപ്പോൾ ഇവരുടെ രീതി ഞാനും ഫോളോ ചെയ്തിരിക്കുകയാണ്. എരിവ് ഇച്ചിരി കൂടിപ്പോയാൽ തേങ്ങ ചെറുതായിരുന്നു കഴിച്ചാൽ സൂപ്പർ, എക്സലൻറ്റ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഇതാ ഷെല്ലിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തു. വേണമെങ്കിൽ ഈ പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഇളക്കി കളയാം. അതിൻ്റെ കട്ടെന്ന് പറയുന്ന സാധനമാണ്. അത് കഴിച്ചാലും വലിയ പ്രശ്നമില്ലെന്ന് ഇവർ പറയുന്നു. എന്തായാലും ഞാൻ സേഫായിട്ട് അതങ്ങ് ഇളക്കി കളഞ്ഞിട്ട് കഴിക്കാം. വാ, ഇത് കിടിലോൽ കിടിലം കേട്ടോ. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്തതിനാണ്. ഇത് വളരെ നാച്ചുറൽ ടേസ്റ്റാണ്. അടുത്ത കാലത്തൊന്നും ഇത്രയും മഹത്തായ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ഈ ചുട്ട ചിപ്പി കഴിക്കാൻ, ചുട്ട കല്ലുമ്മക്കായി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കിട്ടില്ല. ഇനിയുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്യാമറ ഞാൻ കട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രമോദേട്ടനും ടീമും എന്നെ കൊല്ലും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മളെ ക്ഷണിച്ച ചേട്ടന്, വസന്തൻ ചേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതാണ് വസന്തൻ ചേട്ടൻ്റെ ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചിലെ മുതൽ, കുട്ടിക്കാലം മുതൽ ഇവർ ഒരുമിച്ചാണ് ഇതുപോലത്തെ പ്രിപ്പറേഷൻ ചെയ്ത് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഇത് അശോകൻ ചേട്ടൻ, ഇത് രണ്ട് അശോകൻ ചേട്ടന്മാരാണ്. ലാലൻ, സോമരാജ്, രഞ്ജു. അപ്പോൾ രണ്ട് അശോകൻ ചേട്ടന്മാർ, സോമരാജ്, രഞ്ജു, വസന്തൻ ചേട്ടൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.